ഓക്കെ, അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ്. an unbraced column 400 mm square is subjected to the following factor loads. P is equal to 3200 kilonewton at the top. P is equal to 3200 kilonewton at the top. Mx is equal to 76 kilonewton meter and My is equal to 60 kilonewton meter. At the bottom, Mx is equal to 8 kilonewton meter and My is equal to 34 kilonewton meter. L0 is equal to 5 meter, Le is equal to 6 meter at both the axes. Assuming FCK 40 Newton per mm square and Fy 415 Newton per mm square, design the reinforcement for the column. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ അൺബ്രേസ്ഡ് കോളം ആണ്. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം, ബ്രേസ്ഡ് അല്ല. ഇപ്പൊ ബ്രേസ്ഡ് ആകുമ്പോൾ ഡബിൾ കർവേച്ചറിൽ ബെൻഡ് ചെയ്യുന്ന, സിംഗിൾ കർവേച്ചറിൽ ബെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇനീഷ്യൽ മൊമെന്റ്സ് കണ്ടുപിടിക്കായിരുന്നു. അപ്പൊ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആ ഒരു അൺബ്രേസ്ഡ് ആയതുകൊണ്ടുള്ള വ്യത്യാസം ഈ ഒരു ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇതൊരു സ്ക്വയർ കോൾ ആണ്. 400 mm സ്ക്വയർ കോൾ ആണ്. നമ്മൾ ചെയ്തതൊക്കെ റെക്ടാങ്കുലർ ആയിരുന്നു. ഇപ്പൊ 400 ആണ്. അപ്പൊ കുറച്ചും കൂടി നമുക്ക് കാൽക്കുലേഷൻ വൈസ് നോക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും, സൈസ് സെയിം ആയതുകൊണ്ട്. ഇപ്പൊ സ്ക്വയർ കോൾ ആണ്. ഫാക്ടേർഡ് ലോഡ് ആണ്, അതായത് PU ആണ് തന്നിട്ടുള്ളത് 3200 kilonewton. അതുപോലെ ഫാക്ടേർഡ് ലോഡ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഈ വാല്യൂസ് ഒക്കെ തന്നിട്ടുള്ളത്. ഓക്കെ, ഫാക്ടേർഡ് ലോഡ്. അപ്പം MX എന്ന് പറയുന്നത് ഫാക്ടർ ചെയ്തിട്ടുള്ളതാണ്, ഫാക്ടർ ചെയ്തിട്ടുള്ള വാല്യൂ ആണ്. MX വാല്യൂ 76 kilonewton meter, My വാല്യൂ 68 kilonewton meter. അതുപോലെ ബോട്ടത്തിൽ MX 8 kilonewton meter, My 34 kilonewton meter. ഇപ്പൊ രണ്ട് എൻസിലുള്ള ടോപ്പിലും ബോട്ടത്തിലുള്ള മൊമെന്റ്സ് ആണ് ഇപ്പൊ തന്നിട്ടുള്ളത്. ഇപ്പൊ X ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന്റെ അകത്ത് വലുത് 76 ആണ്. അപ്പൊ MU2 വലുത് നമ്മൾ MU2 എന്ന് പറഞ്ഞിട്ട് വേണം എടുക്കാൻ. അപ്പൊ MU2X എന്ന് പറയുന്നത് 76, MU1X എന്ന് പറയുന്നത് 8, അതുപോലെ MU2Y എന്ന് പറയുന്നത് 68 ആണ് വലുത്, അല്ലെ? അപ്പൊ MU2Y 68 and MU1Y 34 kilonewton meter. L0 അൺസപ്പോർട്ടഡ് ലെങ്ത് ആണ്. L0 എന്നൊക്കെ പറയുന്നത് L0 എന്നൊക്കെ പറഞ്ഞ് ഡിനോട്ട് ചെയ്താൽ അത് അൺസപ്പോർട്ടഡ് ലെങ്ത് ആണ്. അത് 5 മീറ്റർ ആണ്. അതുപോലെ LE എഫക്റ്റീവ് ലെങ്ത് 6 മീറ്റർ ആണ്. ബോത്ത് ആക്സിസ്, രണ്ട് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട്. FCK 40 ആണ് ഇവിടെ, 40 Newton per mm square ആണ്. Fy 415. Okay, design the reinforcement for the column. Given data, B is equal to D is equal to 400 mm square call ആണ്. PU 3200 kilonewton, MU2X and MU2Y 76 and 68, MU1X 8 kilonewton meter, MU1Y 34, L5, LEX LEY 6 meter and FCK 40, Fy 415. For step 1, slenderness ratio. For slenderness ratio LEX by D, അല്ലേ? അപ്പൊ ഇവിടെ ഒരു ഡയമെൻഷനേ ഉള്ളൂ. അപ്പം 400, 6000 by 400, effective length by 400 ചെയ്ത 15 കിട്ടി, ഗ്രേറ്റർ ദാൻ 12 ആണ്. Since the slenderness ratio is greater than 12 in both axes, രണ്ട് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടും slenderness ratio 12നേക്കാളും കൂടുതലായിരിക്കും. കാരണം രണ്ട് ആക്സിസിലും LEX വാല്യൂ സെയിം ആണ്, അല്ലെ? അതായത് എഫക്റ്റീവ് ലെങ്ത്തിന്റെ വാല്യൂ സെയിം ആണ്. അപ്പോൾ രണ്ട് ആക്സിസിനും കറസ്പോണ്ടിങ് ആയിട്ടും ഇത് ഗ്രേറ്റർ ദാൻ 12 തന്നെയാണ് കിട്ടുന്നത്. കോളം ഈസ് ലോങ് കോളം. ഒരു ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടാണെങ്കിലും അത് ലോങ് കോളം തന്നെയാണ്. അത് കൺഫ്യൂഷൻ ഒന്നും വരണ്ട. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് മിനിമം എക്സെൻട്രിസിറ്റി. ഈ മിനിമം എന്ന് പറയുന്നത് L/500 + T/30 എന്നുള്ളതാണ്. ഇപ്പൊ രണ്ട് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടും ഈ എക്സും ഈ വൈയും സെയിം തന്നെയായിരിക്കും. ഇവിടെ ഒരു ഡയമെൻഷനേ ഉള്ളൂ. അപ്പോൾ അൺസപ്പോർട്ട് ലെങ്ത് 500, ഡാറ്റ ഡയമെൻഷൻ 400. ഓക്കെ, L/500 + T/30 ചെയ്ത് കഴിഞ്ഞ് 23.33 കിട്ടും. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 20. അപ്പൊ ഈ മിനിമം 23.33 തന്നെയാണ്. സ്റ്റെപ്പ് 3, മൊമെന്റ് ഡ്യൂ ടു മിനിമം എക്സെൻട്രിസിറ്റി. അപ്പൊ MUEX ആൻഡ് MUEY ഇവിടെ സെയിം ആയിരിക്കും, കാരണം ഈ മിനിമം സെയിം ആണ്. അപ്പൊ PU ഇൻറ്റു ഈ മിനിമം, ദാറ്റ് ഈസ് 3200 ഇൻറ്റു 23.33 ചെയ്ത് കഴിഞ്ഞാൽ 74656 kilonewton mm എന്ന് പറഞ്ഞു കിട്ടും. കാരണം 3200 നമ്മൾ കിലോന്യൂട്ടണിലാണ് കൊടുത്തത്, 23.33 mm. ഇപ്പൊ 74.656 kilonewton meter. ഓക്കെ, മീറ്ററിലേക്ക് മാറ്റി 74.656 kilonewton meter ആണ് MUEX ആൻഡ് MUEY. ഓക്കെ, അപ്പൊ മൊമെന്റ് ഡ്യൂ ടു മിനിമം എക്സെൻട്രിസിറ്റി ആയി. ഇനി നമുക്ക് ഇനീഷ്യൽ മൊമെന്റ്സ് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ സിൻസ് ദ കോളം ഈസ് അൺബ്രേസ്ഡ് കോളം ആയതുകൊണ്ട് MUIX എന്ന് പറയുന്നത് അതുപോലെ MUIY എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള മാക്സിമം വാല്യൂ തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, MUIX ഈസ് ഈക്വൽ ടു MU2X ആണ് ഇവിടെ, അത് 76 kilonewton meter ആണ്. MUIY എന്ന് പറയുന്നത് MU2Y ആണ്, ദാറ്റ് ഈസ് 68 kilonewton meter ആണ്. അപ്പൊ ആ ഒരു കാര്യം ഓർത്തിരിക്കണം. ഇപ്പം ബ്രേസ്ഡ് കോളം ആണെങ്കിൽ അവിടെ ഡബിൾ കർവേച്ചർ, സിംഗിൾ കർവേച്ചർ വരുന്നതിനനുസരിച്ച്, ബെൻഡിങ് വരുന്നതിനനുസരിച്ചിട്ട് അവിടെ ഇക്വേഷനിൽ മാറ്റമുണ്ട്. ഇവിടെ അൺബ്രേസ്ഡ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്
ക്വസ്റ്റിൽ തന്നിരിക്കുന്ന mu2x mu2y തന്നെ എടുക്കാം, mu(ix) mu(iy) ആയിട്ട്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കണം അത് ഏത് ടൈപ്പ് സ്ലെൻഡർ കോളം ആണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവണം. ഇനീഷ്യൽ മൊമെന്റ്സ് നമുക്കായി കിട്ടിയ അതേ വാല്യൂസ് തന്നെ എടുത്താൽ മതി. നെക്സ്റ്റ് സ്റ്റെപ്പ് അഡീഷണൽ മൊമെന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അഡീഷണൽ മൊമെന്റ് max equal to may is equal to equation pud by 2000 into lex by d whole square. ഒരു ആക്സിസ് മാത്രമേ ഉള്ളൂ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ കണ്ടുപിടിക്കുക. അപ്പൊ 3200 into 400 by 2000 into 6000 by 400 സ്ക്വയർ. അപ്പൊ max ഉം may എന്ന് പറയുന്നത് 144,000 കിലോ ന്യൂട്ടൺ mm, ദാറ്റ് ഈസ് 144 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ അഡീഷണൽ മൊമെന്റ് നമുക്ക് കിട്ടി. ഇനി ഈ കിട്ടിയിട്ടുള്ള അഡീഷണൽ മൊമെന്റിനെ റിഡക്ഷൻ ഫാക്ടർ വെച്ച് മോഡിഫൈ ചെയ്യണം. അപ്പൊ റിഡക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് kx ഉം ky ഉം ഉണ്ട്. അപ്പൊ രണ്ട് ആക്സിസും സെയിം ആയതുകൊണ്ട് kx ഈസിക്കൽ ടു ky ആയിരിക്കും ഇവിടെ. അപ്പൊ kx ഈസിക്കൽ ടു ky ഈസിക്കൽ ടു k അല്ലെ. അപ്പൊ k എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് നോക്കാം. അതിന്റെ ഇക്വേഷൻ puz മൈനസ് pu ബൈ puz മൈനസ് pb, ആ വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ k ഈസിക്കൽ ടു puz മൈനസ് pu ബൈ puz മൈനസ് pb. അപ്പൊ അതില് pu വാല്യൂ നമുക്ക് ഓൾറെഡി ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 3200 കിലോ ന്യൂട്ടൺ. puz വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. puz വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. puz ഈസിക്കൽ ടു 0.45 fck ac പ്ലസ് 0.75 fy ac. ഞാനിവിടെ 3% അസ്യൂം ചെയ്യാണ്. റീഇൻഫോഴ്സ്മെന്റ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ 4 സൈഡ്സ് എന്നുള്ള കൺസെപ്റ്റ് എടുക്കുകയാണ്. സ്ക്വയർ ആകുമ്പോൾ കുറച്ചും കൂടി നല്ലത് എല്ലാ സൈഡിലും ഒരുപോലെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഞാൻ 3% എല്ലാ സൈഡിലും ഒരുപോലെ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റിൽ റീഇൻഫോഴ്സ്മെന്റ് എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ AC എന്ന് പറയുന്നത് 3/100 into AG. അപ്പൊ 3/100 into 400/400 ദാറ്റ് ഈസ് 4800 mm² എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പം AC എന്ന് പറയുന്നത് ഗ്രോസ് ഏരിയയിൽ നിന്ന് AC വാല്യൂ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ AC കിട്ടും. ദാറ്റ് ഈസ് 1,55,200 mm. ഓക്കെ, വാല്യൂസ് ഒക്കെ ആയി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. puz is equal to 0.45 fck AC plus 0.75 fy AC. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ puz is equal to 4287.6 into 10⁻³ ന്യൂട്ടൺ. ദാറ്റ് ഈസ് 4287.6 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത് PB എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പൊ PB വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പേജ് നമ്പർ 171 പോകണം SP60. അപ്പൊ അവിടെ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ PB by FCK BD is equal to K1 plus K2 into P by FCK. അപ്പൊ ഇവിടെ B യും D യും സെയിം ആണ്. അപ്പം PB by FCK ആ ഡയമെൻഷൻ എത്രയാണോ അതിന്റെ സ്ക്വയർ എടുത്താലും മതി. അപ്പം നമ്മൾ ഈ PB വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ K1 K2 വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ D'/D വേണം. അപ്പൊ D' എന്നുള്ളത് ഞാൻ 60 അസ്യൂം ചെയ്യാണ്. D' അസ്യൂം ചെയ്തപ്പോൾ D'/D എന്ന് പറയുന്നത് 60/400 ദാറ്റ് ഈസ് 0.15 കിട്ടും. ഈ 0.15 കറസ്പോണ്ടിങ് ആയിട്ട് K1 K2 വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് K1 K2 വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അറിയാം. അപ്പൊ ടേബിൾ 60 അതായത് പേജ് നമ്പർ 171 വരുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇതാണ്. അപ്പൊ ഈ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് K1 K2 വാല്യൂ വേണം. അപ്പൊ D'/D നമ്മൾ കണ്ടുപിടിച്ച് 0.15. അപ്പൊ റെക്ടാങ്കുലർ ആണ് ക്രോസ് സെക്ഷൻ. ഓക്കെ, റെക്ടാങ്കുലർ സ്ക്വയറിൽ വരുന്നതാണ്. സ്ക്വയർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു റെക്ടാങ്കുലർ ആണ്, രണ്ട് സൈഡ് സെയിം ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് റെക്ടാങ്കുലറിന്റെ കേസ് എടുക്കാം. സർക്കുലർ വന്നാൽ ഈ സർക്കുലറിന്റെ കേസ് എടുക്കണം. അപ്പൊ റെക്ടാങ്കുലറിന്റെ കേസിൽ D'/D 0.15 വരുമ്പോൾ 0.196 ആണ്. അതുപോലെ K2 വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് എല്ലാ സൈഡിലും ഒരുപോലെ, അതായത് റെക്ടാങ്കുലർ ഈക്വൽ റീഇൻഫോഴ്സ്മെന്റ് ഓൺ 4 സൈഡ്സ് കേസ് വരുമ്പോൾ 0.15 നോക്കാം. 0.15 കറസ്പോണ്ടിങ് ആയിട്ട് 415 ആണ് ഗ്രേഡ് ഓഫ് സ്റ്റീൽ. അപ്പം 0.203 ആണ് K2 വാല്യൂ വരിക. അപ്പൊ ആ വാല്യൂ കൊണ്ടുവന്ന് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PB വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ PB വാല്യൂ എത്രയാ വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ K1 0.196 ആൻഡ് K2 0.203 ആണ്. ഓക്കെ, അപ്പൊ PB by FCK BD, അതായത് B യും D യും സെയിം ആയതുകൊണ്ട് PB by 40 into 400 into 400 equal to 0.196 plus 0.203 into 3/40. That is PB is equal to 1351840 Newton. അതായത് 1351.84 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്നത്. അപ്പൊ K വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ PUZ മൈനസ് PU ഡിവൈഡ് ബൈ PUZ മൈനസ് PB സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.370 എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ KX KY 0.370. ഓക്കെ, ഇനി ഇതിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം,
അഡീഷണൽ മൊമെന്റിനെ മോഡിഫൈ ചെയ്യാം. ഇപ്പൊ സ്റ്റെപ്പ് 7 എന്ന് പറയുന്നത് മോഡിഫൈഡ് അഡീഷണൽ മൊമെന്റ് ഓർ കറക്റ്റഡ് അഡീഷണൽ മൊമെന്റ്. അപ്പൊ MAXും MAYയും ഇവിടെ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ MAX ആൻഡ് MAY കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് 144 കിലോ ന്യൂട്ടൺ മീറ്റർ ആയിരുന്നു. ഓക്കെ, അപ്പം ഇവിടെ എത്രയാ വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ K ഇൻറ്റു 144 ചെയ്യാം. K വാല്യൂ 0.370 ആണ്. അപ്പൊ 0.370 ഇൻറ്റു 144 ദാറ്റ് ഈസ് 53.28 കിലോ ന്യൂട്ടൺ മീറ്റർ കിട്ടും. ഇവിടെ MAX ആൻഡ് MAY അഡീഷണൽ മൊമെന്റ് ഇൻ X ആൻഡ് Y ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു 53.28 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പൊ മോഡിഫൈഡ് അഡീഷണൽ മൊമെന്റ്സ് നമുക്ക് ഇവിടെ കിട്ടി. ഇനി മോഡിഫൈഡ് അഡീഷണൽ മൊമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ നമ്മൾ ഇനീഷ്യൽ മൊമെന്റ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനീഷ്യൽ മൊമെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ മൊമെന്റ് ഡ്യൂ ടു മിനിമം എക്സെൻട്രിസിറ്റിയും കൺസിഡർ ചെയ്യണം, അതുപോലെ തന്നെ ഇനീഷ്യൽ മൊമെന്റും കൺസിഡർ ചെയ്യണം. അത് തമ്മിൽ ഏതാണോ വലുത് അതാണ് നമ്മൾ മോഡിഫൈഡ് അഡീഷണൽ മൊമെന്റ് കൂടെ ആഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം സ്റ്റെപ്പ് 8 വരുന്ന ഡിസൈൻ മൊമെന്റ്സ് ആണ്. MUX ഒരു ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ വാല്യൂ ഉള്ളൂ. ഓക്കെ, അപ്പൊ MUX എന്ന് പറഞ്ഞ് ഞാൻ എടുക്കുകയാണ്. അപ്പം MUX ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ഓഫ് MUIX ഓർ MUEX പ്ലസ് MAX. അപ്പം MUX എന്ന് പറയുന്നത് MUIX പ്ലസ് MAX മോഡിഫൈഡ്. അപ്പൊ ഇതില് വലുത് ഏതാണ്? MUIX ആണ് വരുന്നത് അല്ലെ വലുത്. അപ്പൊ ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ MUIX 76 ആണ്. അതുപോലെ മൊമെന്റ് ഡ്യൂ ടു മിനിമം എക്സെൻട്രിസിറ്റി 74 ആണ്. ഇതില് വലുത് 76 ആണ്. അപ്പൊ നമ്മൾ MUX ആയിട്ട് എടുക്കേണ്ടത് 76 ആണ്. ഓക്കെ, അതേപോലെ MUY നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ MUYന്റെ വാല്യൂ ഇനീഷ്യൽ മൊമെന്റിന്റെ വാല്യൂ 68 ആണ് വരുന്നത് ആ ഇക്വേഷനില്. അതേപോലെ MUEY വരുന്നത് 74 ആണ്. അപ്പൊ ഇതിൽ വലുത് 74 ആണ്. അപ്പൊ നമ്മൾ MUX കൺസിഡർ ചെയ്യുമ്പോൾ MUIX പ്ലസ് MAX ചെയ്യണം. അതേപോലെ MUY കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ എടുക്കേണ്ടത് MUEY പ്ലസ് MAY ആണ്. ഓക്കെ, പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇവിടെ മിനിമം എക്സെൻട്രിസിറ്റി കാരണമുള്ള മൊമെന്റ് ആണ് ഇനീഷ്യൽ മൊമെന്റിനേക്കാളും വലുത്. അതുകൊണ്ട് ഇവിടെ മോഡിഫൈഡ് അഡീഷണൽ മൊമെന്റ് കൂടെ ആഡ് ചെയ്യുമ്പോൾ MUY എടുക്കുന്ന സമയത്ത് 74.656 പ്ലസ് മോഡിഫൈഡ് അഡീഷണൽ മൊമെന്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിവിടെ MUX എന്ന് പറയുന്നത് 76 ആണ്. MUIX വലുത് ഇതാണ്, MUIX ആണ്. പ്ലസ് MAX 53.28 ചെയ്ത് കഴിഞ്ഞാൽ 129.28 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞു കിട്ടും. അതേപോലെ MUY ഗ്രേറ്റർ ഓഫ് MUIY ഓർ MUEY പ്ലസ് MAY മോഡിഫൈഡ്. അപ്പൊ ഇതിൽ വലുത് ഏതാണ്? ഞാൻ നേരത്തെ കാണിച്ചു, MUEY ആണ് വലുത്. അപ്പൊ MUY എന്ന് പറയുന്നത് MUEY പ്ലസ് MAY എന്നുള്ളതാണ്. അപ്പൊ MUY ഈസ് ഈക്വൽ ടു 74.656 പ്ലസ് 53.28 ദാറ്റ് ഈസ് 127.936 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞു. അപ്പൊ MUX 129.28 കിലോ ന്യൂട്ടൺ മീറ്ററും അതേപോലെ MUY എന്ന് പറയുന്നത് 127.936 കിലോ ന്യൂട്ടൺ മീറ്ററും ആണ്. ഓക്കെ, അപ്പൊ രണ്ട് മൊമെന്റ്സും ഉണ്ട്, MUXും MUYയും ഉണ്ട്, ഒരു ആക്സിയൽ ലോഡും ഉണ്ട്. അപ്പൊ Y ആക്സിൽ ബെൻഡിങ്ങിന്റെ ചെക്കാണ് ഇവിടെ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ കോളം എന്ന് പറയുന്നത് അൺറേസ്ഡ് കോളംസ് ആണ്. ഓക്കെ, അൺറേസ്ഡ് കോളത്തിന്റെ കേസ് ഇവിടെ പറയുന്നുണ്ടായിരുന്നു. അതായത് ഫോർ അൺറേസ്ഡ് കോളംസ് ദ അഡീഷണൽ മൊമെന്റ് ഷാൽ ബി ആഡഡ് ടു ദ n മൊമെന്റ്സ് എന്നാ പറയുന്നത് അല്ലെ. അൺറേസ്ഡ് കോളം ആണെങ്കിൽ നമ്മളവിടെ ഇനീഷ്യൽ മൊമെന്റ് ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാനില്ല. കണ്ടുപിടിച്ചിരിക്കുന്ന അഡീഷണൽ മൊമെന്റ്, അതായത് മോഡിഫൈ ചെയ്തിട്ടുള്ള അഡീഷണൽ മൊമെന്റിനെ n മൊമെന്റ്സിന്റെ കൂടെ ആഡ് ചെയ്യുക. n മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുള്ള MUX2 ആൻഡ് MUY2, അതായത് MU2X ആൻഡ് MU2Y എന്നുള്ള വാല്യൂസിന്റെ കൂടെ അഡീഷണൽ മൊമെന്റ്, അതായത് മോഡിഫൈ ചെയ്തിട്ടുള്ള അഡീഷണൽ മൊമെന്റ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആ ഇനീഷ്യൽ മൊമെന്റിന്റെ സ്റ്റെപ്പ് ചെയ്ത സമയത്ത് MUIX ആൻഡ് MUIY അതായത് രണ്ടും നമ്മൾ എടുത്തിരുന്നത് ഡയറക്റ്റ് MU2X ആൻഡ് MU2Y എന്നുള്ള വാല്യൂസ് തന്നെയാണ് അൺറേസ്ഡ് കോളം ആയതുകൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം റേസ്ഡ് ആണെങ്കിൽ അവിടെ ഏത് കർവേച്ചറിലാണ് വെന്റ് ചെയ്യുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വാല്യൂസ് എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ MUIX MU2X വാല്യൂ തന്നെ എടുത്ത്, അതേപോലെ MUIY എന്നുള്ളത് MU2Y എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ചെയ്ത സമയത്ത് ഡിസൈൻ മൊമെന്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? എക്സെൻട്രിസിറ്റി കാരണമുള്ള മൊമെന്റും അതുപോലെ MUIX എന്ന് പറയുന്ന MU2Xും ഇതിൽ ഏതാണോ വലുത്
അതാണ് നമ്മൾ അഡീഷണൽ മൊമെന്റ് കൂടെ ആഡ് ചെയ്തത് അല്ലെ. അതേപോലെ MUY ടേംസിലും അതുപോലെ തന്നെയാണ്. MUIY ആണോ MUEY ആണോ വലുത്, അതാണ് അഡീഷണൽ മൊമെന്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഓൾറെഡി MU2X-ഉം MU2Y-യും ഒരു കമ്പാരിസൺ കഴിഞ്ഞു. അതിൽ വലിയ വാല്യൂ ആണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അൺബ്രേസ്ഡ് കണ്ടീഷനിൽ വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഇവിടെ ഒരു ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നോർമലി ബ്രേസ്ഡ് കേസിൽ നമ്മൾ എന്ത് ചെയ്യായിരുന്നു, ഇപ്പം ഇവിടെ കിട്ടിയിട്ടുള്ള MUX-ഉം MUY-യും നമ്മൾ MU2X ആയിട്ടും MU2Y ആയിട്ടും കമ്പയർ ചെയ്ത് നോക്കുമായിരുന്നു അല്ലെ. അതായത് കിട്ടിയിരിക്കുന്ന MUX ഡിസൈൻ മൊമെന്റ്സ് MUX ആൻഡ് MUY എന്ന് പറയുന്നത് MU2X-നേക്കാളും MU2Y-നേക്കാളും ഗ്രേറ്റർ ആണെന്നുള്ളത് നമ്മൾ നോക്കുമായിരുന്നു. ഗ്രേറ്റർ അല്ലാന്നുണ്ടെങ്കിൽ MUX നമ്മൾ എന്ത് എടുക്കണമായിരുന്നു, MU2X-ഉം MU2Y-യും എടുക്കണമായിരുന്നു അല്ലെ, ഏതാണോ വലിയ വാല്യൂ നോക്കിയിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ MU2X MU2Y ഓൾറെഡി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ MUX നമ്മൾ അതുപോലെ MUY-യും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ MUX-ഉം MUY-യും നമ്മൾ അത് കൺസിഡർ ചെയ്തിട്ട് എടുത്തുകൊണ്ട് തന്നെ ഇവിടെ ഇനി നമ്മൾ വീണ്ടും MU2X MU2Y ആയിട്ടും കമ്പയർ ചെയ്യണ്ട അല്ലെ. അതിൽ ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ തന്നെയാണ് നമ്മൾ എടുത്തത്. കമ്പയർ ചെയ്ത് നമുക്ക് സ്റ്റെപ്പ് കാണിച്ചാലും നമുക്ക് വലുത് എന്ത് തന്നെ കിട്ടുള്ളൂ, MUX ആൻഡ് MUY തന്നെ ഈ വാല്യൂ തന്നെ എന്തായാലും കിട്ടുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി കമ്പയർ ചെയ്തപ്പോൾ ഇവിടെ ഇനീഷ്യൽ മൊമെന്റ് എന്ന് പറഞ്ഞ് എടുത്തത് നമ്മൾ MU2X-ഉം MU2Y-യും തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ അൺബ്രേസ്ഡിന്റെ കേസിൽ അങ്ങനെ ഒരു ചെക്ക് വീണ്ടും ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആ ഒരു ചെക്ക് ചെയ്യാഞ്ഞത്. എന്നാൽ ബ്രേസിന്റെ കേസിലാണെങ്കിൽ ചെക്ക് ചെയ്യണം. അതായത് കിട്ടിയിരിക്കുന്ന MUX-ഉം MUY-യും MU2X ആയിട്ടും MU2Y ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. അതിൽ ഏതാണോ വലുത് അത് വേണം നമ്മൾ ഡിസൈൻ മൊമെന്റ് ആയിട്ട് എടുക്കാനായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി നമുക്കിവിടെ രണ്ട് മൊമെന്റും ഒരു ലോഡുമാണ് ഉള്ളത്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ബൈആക്സിൽ ബെൻഡിങ്ങിന്റെ ചെക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ ബൈആക്സിൽ ബെൻഡിങ്ങിന്റെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ MUX1 raised to alpha n plus MUY by MUY1 whole raised to alpha n shall be less than or equal to 1 എന്നുള്ളതാണ് കണ്ടീഷൻ. അപ്പൊ അതില് ഇവിടെ ഈ ഒരു കേസിൽ MUX1-ഉം MUY1-ഉം സെയിം ആണ്. കാരണം സ്ക്വയർ കോളം ആയതുകൊണ്ട് MUX1 is equal to MUY1. കാരണം MUX1 കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഡിവൈഡഡ് ബൈ ആ ഇക്വേഷനിലുള്ളത് FCK PD സ്ക്വയർ എന്നുള്ളതാണ്. അതേപോലെ Y1-ന്റെ കേസിലാകുമ്പോഴും FCK DB സ്ക്വയർ എന്നുള്ളതാണ്. ഇവിടെ ബിയും ഡിയും സെയിം ആയതുകൊണ്ട് ഓക്കെ നമുക്ക് കിട്ടുന്ന വാല്യൂ MUX1 MUY1 സെയിം ആയിരിക്കും ഇവിടെ. കാരണം മേജർ ആക്സിസ് മൈനർ ആക്സിസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും സെയിം ഡയമെൻഷൻ തന്നെയാണ്. D' D വാല്യൂ സെയിം ആണ്, മറ്റുള്ള വാല്യൂസ് ഒക്കെ സെയിം ആണ്. മൾട്ടിപ്ലൈ ചെയ്യുന്ന DB സ്ക്വയറും BD സ്ക്വയറും സ്ക്വയറിന്റെ കേസിൽ സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ MUX1 is equal to MUY1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി, അത് തന്നെയായിരിക്കും അടുത്തതും വരിക. കാരണം ബാക്കിയൊക്കെ സെയിം ആണ്, സ്ക്വയർ കോളമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ D' കണ്ടുപിടിക്കാം. D' എന്ന് പറയുമ്പോൾ 60 ആണ് D' അസ്യൂം ചെയ്തിരിക്കുന്നത്. ഡിവൈഡ് ബൈ 400 ആണ് ഡയമെൻഷൻ. ചെയ്ത് കഴിഞ്ഞാൽ 0.15 കിട്ടും. അതുപോലെ പെർസെന്റേജ് ഓഫ് സ്റ്റീൽ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് 3% ആണ്. ഇപ്പൊ 3/FCK വാല്യൂ ഇവിടെ 40 ആണ്. ഇപ്പൊ P/FCK നോക്കിക്കഴിഞ്ഞാൽ 0.075 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത് 4 സൈഡിലും ഒരുപോലെ കൊടുക്കുന്നതാണ്, അതൊന്ന്. അതുപോലെ FP വാല്യൂ എന്ന് പറയുന്ന 415 ആണ്. ഓക്കെ, അതുപോലെ D' D 0.15. അപ്പൊ ഏത് ചാർട്ടാണ് നോക്കണ്ടേ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഏത് ചാർട്ടാണ് നോക്കേണ്ടത്, ചാർട്ട് നമ്പർ 45 ആണ് നോക്കേണ്ടതെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ചാർട്ട് നമ്പർ 45 റെഫർ ചെയ്യാം. അപ്പൊ ചാർട്ട് നമ്പർ 45 റെഫർ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ PU/FCK BD വാല്യൂ വേണം. PU/FCK BD വാല്യൂ എന്ന് പറയുന്നത് PU 3200 into 10⁻³ divided by FCK 40 into 400/400 that is 0.5 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും PU/FCK BD. ഓക്കെ, P/FCK വാല്യൂ 0.075 ആണ്. അപ്പം 0.5-ഉം 0.075-ഉം ഓക്കെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള MU/FCK BD സ്ക്വയറിന്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. ചാർട്ട് എടുക്കാം. ചാർട്ട് നമ്പർ 45 ആണ്. ചാർട്ട് നമ്പർ 45-ല് PU/FCK BD എന്ന് പറയുന്ന 0.5 ആണ്. അപ്പം 0.5-ന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാനൊരു ലൈൻ ഇടുകയാണ്. ഓക്കെ,
ഒരു ലൈൻ ഞാൻ 0.5 കറസ്പോണ്ടിങ് ആയിട്ടു. ഓക്കെ, ഇനി ഇത് മീറ്റ് ചെയ്യുന്ന കേവ് ഞാൻ എടുക്കേണ്ടത്, അതായത് P/FCK വാല്യൂ ഞാൻ എടുക്കേണ്ടത് 0.075 ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 0.06 ആണ്, ഇത് 0.08 ആണ്. അപ്പൊ 0.075 എന്ന് പറയുമ്പോൾ 0.08നേക്കാളും കുറച്ചൊന്ന് കുറവായിരിക്കും. ഓക്കെ, കുറച്ചൊന്ന് കുറവായിരിക്കും. അതായത് ഹാഫ് വാല്യൂ എന്ന് പറയുന്നത് 0.07 ആണ്, പിന്നെ രണ്ടിന്റെ നടുക്ക് വരുന്ന വാല്യൂ. അപ്പൊ നടുക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും, ഏകദേശം ഈ ഒരു പൊസിഷൻ ആയിരിക്കും എന്ന് വിചാരിക്കാം. ഞാൻ അവിടെ നിന്ന് നേരെ താഴോട്ടേക്ക് ഒരു ലൈൻ ഏകദേശം എടുക്കും. താഴോട്ടേക്ക് എടുത്ത് വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ mu/FCK BD² കറസ്പോണ്ടിങ് ആയിട്ട് ഇത് മീറ്റ് ചെയ്യുന്നത് ഈ ഒരു കറസ്പോണ്ടിങ് പോയിന്റിലാണ്. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 0.1 ആണ്, ഇത് 0.09, ഇത് 0.08, ഇത് 0.07, ഇത് 0.06. ഓക്കെ, 0.06 കഴിഞ്ഞിട്ടുണ്ട്, എന്നാൽ 0.07 എത്തിയിട്ടില്ല. എന്നാൽ ഇവിടെ 0.6ന്റെയും 0.06ന്റെയും 0.07ന്റെയും ഹാഫും എത്തിയിട്ടില്ല. അപ്പൊ ജസ്റ്റ് ഇത് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഞാൻ അത് ജസ്റ്റ് കഴിഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ഏകദേശം 0.6 കഴിഞ്ഞതുകൊണ്ട് 0.62 എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. 0.625 എത്തിയിട്ടില്ല, ഏകദേശം ഞാൻ 0.62 എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. കഴിഞ്ഞതുകൊണ്ട് 0.65 എടുത്താലും കുഴപ്പമില്ല. ഞാനിവിടെ mu/FCK BD² = 0.62 എന്ന് എടുക്കുകയാണ്. ജസ്റ്റ് അത് 0.606 ക്രോസ് ചെയ്തതുകൊണ്ട് 0.062 എന്നുള്ള വാല്യൂ ഞാൻ എടുക്കുകയാണ്. ഹാഫ് എത്തിയിട്ടില്ല, ഹാഫിനേക്കാളും മുന്നെയാണ് വാല്യൂ ഉള്ളത്. ഓക്കെ, അപ്പം ഇവിടെ എനിക്ക് കിട്ടുന്ന mu/FCK BD² എന്ന് പറയുന്നത് mu(x1) അല്ലെ, അതായത് mu(y1)നും ഈക്വലന്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പൊ അത് എത്രയാ വാല്യൂ എന്നുള്ള ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ PU/FCK BD 0.5 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചാർട്ട് 45 റെഫർ ചെയ്തിട്ട് കിട്ടിയ വാല്യൂ mu(x1)/FCK BD² = 0.062. ഓക്കെ, അപ്പം mu(x1)ന്റെ വാല്യൂ അല്ലെങ്കിൽ mu(y1)ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.062 into FCK BD². FCK 40, Bയും Dയും 400 ചെയ്ത് കഴിഞ്ഞാൽ mu(x1) കിട്ടുന്ന 158.72 into 10⁶ Nm ആണ്. അതായത് 158.72 kN മീറ്റർ. mu(x1) = mu(y1) 158.72 kN മീറ്റർ. ഓക്കെ, അപ്പൊ ഇവിടെ PU/PUZ വാല്യൂ വേണം നമുക്ക് ആൽഫ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ PU/PUZ നോക്കുമ്പോൾ PU 3200 ആണ്. PUZ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നു, 4287.6 ആണ്. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 0.746 കിട്ടും. അപ്പൊ 0.746 കറസ്പോണ്ടിങ് ആയിട്ട് ആൽഫാനിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. PU/PUZ 0.2 ആകുമ്പോൾ 1, 0.8 ആകുമ്പോൾ 2. ഓക്കെ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർപോളേഷൻ ചെയ്യാം. ഇന്റർപോളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടുന്നത് ആൽഫ n = 1 + 2 - 1 / 0.8 - 0.2 into 0.746 - 0.2. ഓക്കെ, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 1.91 ആണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിരുന്നു, ഇവിടുന്ന് ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പെട്ടെന്ന് ചെയ്യാം, ഡയഗ്രാം വരയ്ക്കാതെ തന്നെ ചെയ്യാൻ പറ്റും. 1+, 1നേക്കാളും കൂടുതൽ ആയതുകൊണ്ട് 1+ ഇടുക. 1+ ഇട്ടിട്ട് ആൽഫാനിന്റെ വാല്യൂ മാക്സിമം വാല്യൂ 2ഉം 1ഉം അല്ലേ, അപ്പം 1 + 2 - 1, ഓക്കെ, ഡിവൈഡഡ് ബൈ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 0.8, 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 0.2. അപ്പൊ 2 - 1 മേലെ ഇട്ടെ. അപ്പൊ ഡിവൈഡഡ് ബൈ 0.8 - 0.2 ഇടുക. 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 0.8, 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 0.2. അപ്പൊ 1+, ഓക്കെ, 2 - 1 ഡിവൈഡഡ് ബൈ 0.8 - 0.2 ഇൻറ്റു നമുക്ക് ഏത് വാല്യൂ ആണ് വേണ്ടത്, 0.746ന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. അപ്പൊ 0.746 - 0.2. ഓക്കെ, താഴെയുള്ള വാല്യൂ 0.746ന്റെ താഴെയുള്ള വാല്യൂ 0.2 ആണ് ഇവിടെയുള്ള നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള. അപ്പൊ അങ്ങനെയാണ് ഇക്വേഷൻ എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് അങ്ങനെ വേണമെങ്കിൽ പെട്ടെന്ന് എഴുതാം. ഓക്കെ, അതുപോലെ ആൽഫ n = 1 + 2 - 1 ഡിവൈഡ് ബൈ 0.8 - 0.2 ഇൻറ്റു 0.746 - 0.2. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇനിയിപ്പോ നിങ്ങൾക്ക് PU/PUZ 0.5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് വേണ്ടതെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. 1 + 2 - 1 ഡിവൈഡഡ് ബൈ 0.8 - 0.2 ഇൻറ്റു 0.5 - 0.2 എന്ന് എഴുതാം. മനസ്സിലായോ? അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ആൽഫാന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഇന്റർപോളേഷൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇക്വേഷൻ എഴുതാം. ഫിഗർ വരയ്ക്കണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, ഫിഗർ വരച്ചാൽ നമുക്ക് കറക്റ്റ് എങ്ങനെയാണെന്നുള്ളത്
നിങ്ങൾക്ക് ആ സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഇതുപോലെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പീഡ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്താൽ മതി. 1+, ഓക്കെ, 1-നേക്കാളും കൂടുതലാണ്ട് 1+ ഇട്ടു ഈ ഒരു കേസിൽ. പിന്നെ 2 - 1 / 0.8 - 0.2 into 0.746 - 0.2. ഏത് വാല്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ കൊടുത്താൽ മതി. അപ്പോൾ ആൽഫാനിന്റെ വാല്യൂ 1.91 കിട്ടും. 1.91 കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ചെക്ക് ചെയ്യാം. ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് അവൈലബിൾ ആണ്. MUX / MUX1 raised to alpha n plus MUY / MUY1 raised to alpha n. That is MUXന്റെ വാല്യൂ 129.28 ആണ്. ഡിവൈഡഡ് ബൈ MUX1 നമുക്ക് കിട്ടിയത് 158.72 raised to alpha n 1.91 plus 127.936 divided by 158.72 raised to 1.91. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 0.675 plus 0.662 that is 1.337 എന്ന് പറഞ്ഞു കിട്ടും. that is greater than 1. അപ്പൊ ഇത് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് അസ്യൂം ചെയ്തിരിക്കുന്ന ഈ ഒരു പെർസെന്റേജ് പോരാ ഇത് സേഫ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. സിൻസ് MUX / MUX1 raised to alpha n plus MUY / MUY1 raised to alpha n is greater than 1, we have to redesign the column with higher percentage of reinforcement. അപ്പൊ അങ്ങനെ എഴുതി നിർത്തിയാൽ മതി. we have to redesign the column with higher percentage of reinforcement. അപ്പോൾ ഇതിലും വലിയ പെർസെന്റേജ് ഇട്ട് ചെക്ക് ചെയ്ത് നോക്കുക, 4% ഇട്ട് ചെക്ക് ചെയ്ത് നോക്കുക സേഫ് ആവുന്നുണ്ടോ എന്നുള്ളത്. പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തിട്ട് കിട്ടിക്കഴിഞ്ഞാൽ വി ഹാവ് ടു റീഡിസൈൻ ദ കോളം വിത്ത് ഹയർ പെർസെന്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് എഴുതി അവിടെ നിർത്തിയാൽ മതി. ഓക്കെ, സമയം ഉണ്ടെങ്കിൽ മാത്രം ആ ഹയർ പെർസെന്റേജ് ഇട്ട് ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ അവിടെ നിർത്തിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ചെയ്യാനായിട്ടുള്ളത്. സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ ഇതുപോലെ നിർത്തിയാൽ മതി. അപ്പോൾ നിങ്ങൾ എപ്പോഴും ബൈ ആക്സിൽ ബെൻഡിങ്ങിന്റെ കേസ് ചെയ്യുന്ന സമയത്ത്, അതായത് ബൈ ആക്സിൽ ബെൻഡിങ്ങിന്റെ പ്രോബ്ലം ആണ് ചെയ്യുന്നതെങ്കിൽ, അതായത് സ്പ്ലെൻഡർ കോളം അല്ലാതെയുള്ള വെറും ബൈ ആക്സിലിന്റെ ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ 2% മിനിമം അസ്യൂം ചെയ്യാം. ഓക്കെ, എന്നാൽ സ്പ്ലെൻഡർ കോളത്തിന് ചെയ്യുമ്പോൾ മിനിമം ഒരു 3% അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം കിട്ടുന്നതൊക്കെ സേഫ് ആയിട്ട് തന്നെയായിരിക്കും കിട്ടുക. എന്നാൽ ഇവിടെ നമുക്ക് ലോഡും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ് നോർമലി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിന് ഈ പെർസെന്റേജ് റീഇൻഫോഴ്സ്മെന്റ് പറ്റാതെ വന്നത്. ഓക്കെ, അപ്പം അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് വി ഹാവ് ടു റീഡിസൈൻ ദ കോളം വിത്ത് ഹയർ പെർസെന്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. ഏത് കേസിലായാലും ഇതുപോലെ എഴുതി അവസാനിപ്പിച്ചാൽ മതി. ഓക്കെ.